നാടുണർന്നോരു നാൾ ഈ കുതിരയെ നേടിയതാണവരോടു ഞാൻ. എന്നിൽ നാടുണർന്നോരു നാളി കുതിരയെ. ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ. മായുകില്ലെന്റെ ചൈതന്യ വീജികൾ. ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ. മായുകില്ലെന്റെ ചൈതന്യ വീജികൾ. കേരളം തുടരും എന്ന സന്ദേശമുയർത്തി NGO യൂണിയൻ സംഘടിപ്പിക്കുന്ന മാനവിക കലാജാഥ പര്യടനം ആരംഭിച്ചു. ചൊവ്വാഴ്ച രാവിലെ ശ്രീകണ്ഠാപുരത്ത് സ്വീകരണം നൽകി. സംഘാടക സമിതി കൺവീനർ KO പ്രസാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ P മാധവൻ അധ്യക്ഷത വഹിച്ചു. TV പ്രജീഷ് ജാഥയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കലാജാഥ ചക്കരക്കല്ലിൽ നിന്ന് ആരംഭിച്ച് വിവിധ കേന്ദ്രത്തിലെ സ്വീകരണത്തിന് ശേഷം 25-ന് വൈകുന്നേരം പയ്യന്നൂരിൽ സമാപിക്കും. മനോജ് നാരായണനാണ് കലാജാഥ സംവിധാനം ചെയ്ത് അണിയിച്ചൊരുക്കിയത്. കേരളത്തിലെ അറിയപ്പെടുന്ന നാടക പ്രവർത്തകരെല്ലാം ജാഥയിൽ അണിനിരക്കുന്നുണ്ട്. കേരള NGO സംഘടിപ്പിക്കുന്ന കേരളം തുടരും എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള മാനവിക കലാജാഥ 23, 24, 25 തീയതികളിൽ കേരളത്തിലാകെ പര്യടനം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ള കലാജാഥയാണ് ഇന്നിവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം പ്രശസ്ത സിനിമാ താരം PV കുഞ്ഞികൃഷ്ണൻ മാഷാണ് നമ്മുടെ കലാജാഥ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലും പര്യടനം നടത്തി നാളെ വൈകുന്നേരം പയ്യന്നൂരിലാണ് ഈ കലാജാഥ സമാപിക്കുന്നത്. വർത്തമാന കേരളത്തിൻ്റെ എന്താണ് കേരളം മുന്നോട്ട് വെക്കുന്നത്, എന്താണ് കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നത് എന്നതാണ് ഈ കലാജാഥയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഈ കേരളത്തെ ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം, കേരളത്തിൻ്റെ വികസനം തടസ്സപ്പെടുത്താനുള്ള വലിയ ശ്രമം നടത്തുന്നു. അതിനെതിരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒത്തൊരുമിച്ച് കൊണ്ടുവരിക, കേരളം തുടരും എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള കലാജാഥ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. തീർച്ചയായും ഈ കേരള ബദൽ തുടരേണ്ടതുണ്ട് എന്നതാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരായ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ തുടർച്ച ഉണ്ടാകണം. അതിനായി ഈ വരാൻ പോകുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ കേരളത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിചേരണമെന്നാണ് ഈ കലാജാഥയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും കേരളത്തിലെ ജനത ഈ കലാജാഥ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.